അഗ്നിശമന സേന പൊതുജനങ്ങൾക്കായി നൽകേണ്ട സേവനങ്ങൾ സംബന്ധിച്ച് സർക്കാർ പുതിയ ഉത്തരവിറക്കി. ഡിജിപി ജേക്കബ് തോമസ് ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ നൽകിയ മാർഗനിർദ്ദേശങ്ങൾ വിവാദമായതിനെ തുടർന്നാണ് അതിനു പകരം പുതിയ ഉത്തരവിറക്കിയത്. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതും അടക്കമുള്ള സേവനങ്ങൾ പുതിയ ഉത്തരവ് പ്രകാരം തുടർന്നും ലഭിക്കും. ഓണാഘോഷ ഭാഗമായി അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫയർ എഞ്ചിൻ ദുരുപയോഗം ചെയ്തതിനെ തുടർന്നാണ് അഗ്നിശമന സേനയുടെ പ്രവർത്തനം സംബന്ധിച്ച് അന്ന് സേനാ മേധാവിയായിരുന്ന ജേക്കബ് തോമസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് അടിയന്തര ഘട്ടങ്ങളിൽ സേനയുടെ പ്രവർത്തനം ലഭിക്കുന്നില്ലെന്ന് പരാതി വ്യാപകമായിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിൽ നിയമം കർക്കശമാക്കിയതിന്റെ പേരിൽ മന്ത്രിമാർക്കടക്കം അനഭിമതനായ ജേക്കബ് തോമസിനെ ഇക്കാരണം പറഞ്ഞാണ് സർക്കാർ സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റത്തിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. അപകടത്തിൽപ്പെടുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ രക്ഷിക്കുക, ഗതാഗത തടസ്സമുണ്ടാക്കുന്ന മരങ്ങളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സേവനത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളന സ്ഥലങ്ങളിൽ പൊടി പറക്കാതിരിക്കാൻ വെള്ളം നനയ്ക്കുന്ന പ്രവൃത്തിയും മറ്റും ചെയ്യേണ്ടതില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സൗജന്യമായി വെള്ളം നൽകണം. മോക്ക് ഡ്രില്ലിന് ആവശ്യമെങ്കിൽ സേനയുടെ സേവനം വിട്ടു നൽകാം. സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടി അനുവദിക്കുമ്പോൾ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും സ്ഥാപന മേധാവിയുടെ രേഖാമൂലമുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലെ ഡ്യൂട്ടി അനുവദിക്കാവൂ. ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനങ്ങളും ഉപകരണങ്ങളും ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. സിനിമാ ഷൂട്ടിങ്ങിനും മറ്റും സേവനം വേണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലേ അനുവദിക്കാവൂ. പ്രത്യേക ആവശ്യങ്ങൾക്ക് ഫീസ് ഈടാക്കി സേവനം വിട്ടു നൽകാം. വകുപ്പിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന നടപടികൾ ഉണ്ടാകാതെ നോക്കണമെന്നും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.